കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ പ്രോബ്ലംസ് ചെയ്തല്ലേ. ഏരിയ, പെരിമീറ്റർ, ഡയഗണൽ ഇതൊക്കെ കാണാനുള്ള പ്രോബ്ലം ചെയ്തേ അല്ലേ റെക്റ്റാങ്കിളിൻ്റെ. അടുത്ത നമ്മുടെ സ്ക്വയേഴ്സ് അല്ലേ, സ്ക്വയറിൻ്റെ പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. എന്താ സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ? എത്ര സൈഡ് ഉണ്ട് സ്ക്വയറിന്? 4 സൈഡ് ഒരുപോലെ ആയിരിക്കും. 4 സൈഡ്സ് ഉണ്ട്. ആ 4 സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ എന്തായിരിക്കും? 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കും. പാരലൽ ആയിരിക്കും. എക്കോ വരുന്നുണ്ടോ? ഇല്ലല്ലോ. 4 സൈഡ്സ് ഉണ്ട്. 4 സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഈക്വലും അതുപോലെ തന്നെ പാരലും ആയിരിക്കും. സൈഡ്സുകൾ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇതാണ് സ്ക്വയറിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമുക്ക് സ്ക്വയറിൻ്റെ പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം നോട്ട് ചെയ്തേ. ഇഫ് ദി diagonal of a square measures 20 cm, find the area of the square. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എന്ത് തന്നിട്ടുണ്ട്? ഡയഗണലാണ് തന്നിട്ടുള്ളത്. ഡയഗണൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? 20 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ. നമുക്ക് ഡയഗണൽ തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? സർക്കംഫറൻസ്, ഡയഗണൽ ആൻഡ് ഏരിയ. അല്ല, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? അത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ഇവിടം വരെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ? ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ? ഇഫ് ദി ഡയഗണൽ ഓഫ് എ സ്ക്വയർ മെഷേഴ്സ് 20 centimeter, find the area of the square. നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. പ്രോബ്ലം ചെയ്യാം. എന്താ നമുക്ക് തന്നിട്ടുള്ളത്? അതാരാ ജോയിൻ ചെയ്യുന്നത്? എന്താ നമുക്ക് തന്നിട്ടുള്ളത്? ഡയഗണൽ അല്ലേ? ഡയഗണൽ എത്ര തന്നിട്ടുള്ളത്? 20 സെൻറ്റിമീറ്റർ. 20 സെൻറ്റിമീറ്റർ ആണ് ഡയഗണൽ തന്നിട്ടുള്ളത്. നമുക്ക് ഡയഗണൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാ സൈഡ് കണ്ടുപിടിച്ചൂടെ? സ്ക്വയറിൻ്റെ ഡയഗണൽ തന്നു കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാം? സൈഡ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഡയഗണലിൻ്റെ ഇക്വേഷൻ എഴുതാൻ. ഡയഗണലിൻ്റെ ഇക്വേഷൻ √2a ആണ്. ഡയഗണലിൻ്റെ ഇക്വേഷൻ ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ. ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സൈഡിൻ്റെ ഇക്വേഷൻ എഴുതാം. ചെയ്തൂടെ? അതായത് എങ്ങനെ എഴുതാം ഈ ഇക്വേഷൻ? നമുക്ക് d ഈക്വൽ ടു, നമുക്ക് സൈഡിൻ്റെ ഇക്വേഷൻ എഴുതാം ആദ്യം. എങ്ങനെ എഴുതാം? സൈഡ് a ഈക്വൽ ടു d/√2. ഇതല്ലേ ഇക്വേഷൻ? സൈഡ് a ഈസ് ഈക്വൽ ടു d/√2. ഇത് വന്നത് എവിടെന്നാ? d ഈസ് ഈക്വൽ ടു √2a. ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ എന്താക്കിയത്? എനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ഡീനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് എന്തായത് ഇക്വേഷൻ? a ഈസ് ഈക്വൽ ടു d/√2. ക്ലിയർ ആയോ? ഫസ്റ്റ് ഡിന്റെ ഇക്വേഷൻ എഴുതില്ല നല്ലത്. ഈ ഇക്വേഷൻ തന്നിട്ടില്ല. അതായത് ഡി ഇക്വേഷൻ എഴുതാ. d ഈസ് ഈക്വൽ ടു √2a. ഇതാണ് ഇക്വേഷൻ.
നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഞാൻ സൈഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്, സ്ക്വയറിൽ തന്നെ. അപ്പം എന്ത് ചെയ്യണം? എ ഈക്വൽ ടു എന്ത് വരും? എ എങ്ങനെ കാണാം? ഡി എത്രയാ? 20/√2. ഡി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ഇല്ലേ? ഡയഗണൽ 20 സെൻറ്റിമീറ്റർ, D/√2, അതായത് 20/√2 അല്ലേ? ആ, അപ്പം എത്ര വരും? എന്ത് വരും? ആൻസർ എന്താ വരിക? ഈക്വൽ ടു 14.14. പറയൂ, ചെയ്തില്ലേ? 142. ആ, ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതാണ് നമുക്ക് എ കിട്ടിയത്. എ കിട്ടിക്കഴിഞ്ഞാൽ സ്ക്വയറിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ സ്ക്വയർ അല്ലേ? സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നിങ്ങൾ ഈ ഇക്വേഷൻസ് ഒന്നും ഇതുവരെ പഠിച്ചില്ല? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ സ്ക്വയർ ആണ്. എ നമുക്ക് കിട്ടിയത് 14.142 ആണ്. അതിൻ്റെ സ്ക്വയർ എത്ര വരും? 28.29. എത്ര? സ്ക്വയർ ആണ്, കൂട്ടാനല്ല പറഞ്ഞ സ്ക്വയർ. 199.99 വരും, അതായത് 200 സെൻറ്റിമീറ്റർ സ്ക്വയർ. സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഗുണിക്കലല്ലേ? അതായത് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ, എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ്. മറന്നോ? 199.99 വരും, അതായത് 20 അല്ല 200. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, മനസ്സിലാവാത്തവരുണ്ട്. എന്താണ് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനിൽ, അല്ല ക്വസ്റ്റ്യനിൽ? എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള? മനോജ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഉണ്ടായിരുന്നില്ല, ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അതിൻ്റെ കുഴപ്പമാണ്. ഇഫ് ദി ഡയഗണൽ ഓഫ് എ സ്ക്വയർ മെഷേഴ്സ് 20 സെൻറ്റിമീറ്റർ. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? ഡയഗണലാണ്, അതായത് ഡി ആണ് തന്നിട്ടുള്ളത്, 20 സെൻറ്റിമീറ്റർ. ഇത് വെച്ചിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഏരിയ. ഏരിയ ആണ് കണ്ടുപിടിക്കുക. ഏരിയ എന്ന് വെച്ചാൽ എ സ്ക്വയർ. ഇതാണ് കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? ഇതാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. എന്താ പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് വേണം ആദ്യം എഴുതാൻ. എന്താ തന്നിട്ടുള്ളത്? ഡയഗണൽ ഡി ഈസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ. നമുക്ക് ഡയഗണലിൽ നിന്ന് അതായത് സൈഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയോ? സൈഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ സ്ക്വയറിൽ തന്നിട്ടുണ്ട്. എന്താ? സൈഡ് ഇസ് ഈക്വൽ ടു സ്ക്വയറിൻ്റെ സൈഡ് എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? D/√2 ആണ് അല്ലേ? ഈ ഇക്വേഷൻ വന്നത് എവിടെന്നാ? ഡയഗണൽ ഡി ഈസ് ഈക്വൽ ടു √2a. സ്ക്വയറിൽ ഞാൻ അന്ന് സ്ക്വയറിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ തന്ന നോട്ട്സിലുണ്ട് ഡയഗണൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, സൈഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ആൻഡ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇക്വേഷൻസ് എന്തായാലും നമ്മൾ കാണാണ്ട് പഠിച്ചിരിക്കണം.
എന്നാലേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സൈഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സൈഡ് എ ഈസ് ഈക്വൽ ടു d/√2 ആണ്. എ ഈസ് ഈക്വൽ ടു സൈഡ് എ കേട്ടോ, ഏരിയ എ എന്ന് വിചാരിക്കരുത്. സൈഡ് എ ഈസ് ഈക്വൽ ടു d/√2. ഡിയുടെ വാല്യൂ എത്രയാ? 20 /√2 എത്ര വരും? 14.14. ആ പറയെന്താ മനസ്സിലാവും? വന്ന വഴികളൊക്കെ മനസ്സിലായി. ഈ 20/√2 അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള രീതി എനിക്ക് മനസ്സിലാവും. കാൽക്കുലേറ്ററിൽ ജസ്റ്റ് 20/√2 എന്നുള്ളത് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. √2ന്റെ വാല്യൂ എത്ര വരിക? 1. എത്ര √2ന്റെ വാല്യൂ? 1.414 ആണ് √2ന്റെ വാല്യൂ. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? 20/1.414 അങ്ങനെ ഇട്ട് കൊടുക്കണം. നമുക്ക് ആൻസറിലേക്ക് എത്താൻ ഏത് വഴി സ്വീകരിക്കാം? √2 ഇട്ട് കൊടുത്തിട്ട് പ്രോബ്ലം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ √2ന്റെ വാല്യൂ, √3യുടെ വാല്യൂ, √5ന്റെ വാല്യൂ, √6ന്റെ വാല്യൂ ഒക്കെ പറഞ്ഞു തന്നത്. മനസ്സിലായോ? √2 എന്താണ്? √2ന്റെ വാല്യൂ 1.414 ഉണ്ടോ? ആ, അത് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര ആൻസർ കിട്ടുക? അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? ഇത് ആൻസർ കിട്ടുക. സ്ക്രീൻ പോയോ? പോയോ? ഒന്ന് വെയിറ്റ് ചെയ്യാം. സ്ക്രീൻ വന്നല്ലോ. അപ്പോൾ ഇതാണ് നമുക്ക് ആൻസർ കിട്ടിയത് അല്ലേ? ഇതല്ലേ ആൻസർ കിട്ടിയത്? ആ, അതായത് സൈഡ് അത്രേ കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ നമ്മൾ എങ്ങനെ കാണും? ഏരിയ എ ഈസ് ഈക്വൽ ടു എന്താ? A² ആണ് ആൻസർ. അതായത് A² എന്ന് വെച്ച് കഴിഞ്ഞാൽ A × A. അപ്പം എന്ത് വരും? 14.144 ഇൻറ്റു 14.144 എന്ത് വരും? അപ്പോൾ കറക്റ്റ് 200 വരും കേട്ടോ. ആ, 20/√2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം 20 അടിച്ച് എന്നിട്ട് ഡിവൈഡഡ് ബൈ അടിച്ചു. എന്നിട്ട് റൂട്ടിന്റെ ചിഹ്നം അതിൽ കാണുന്നുണ്ടോ? ഇങ്ങനെ ഒരു ചിഹ്നം. ആ റൂട്ട് ഇടുക, റൂട്ടിന്റെ ബട്ടൺ ഞെക്കുക, എന്നിട്ട് 2ന്റെ ബട്ടൺ ഞെക്കുക. എനിക്ക് ഈ പറഞ്ഞ തുക കിട്ടണില്ല. അപ്പൊ ഞാൻ എത്ര കിട്ടിയേ? എത്ര കിട്ടിയത്? 10. എന്താ അത്? കാൽക്കുലേറ്റർ പറ്റിക്കണോ ഞാൻ ചെയ്യുന്നത്? ആദ്യം 20 അടിച്ച് അതിനുശേഷം ഡിവൈഡഡ് ബൈ കൊടുക്കണം. ഹരിക്കണം. ഡിവൈഡഡ് ബൈ അടിച്ചു. അത് കഴിഞ്ഞ് 2 അടിച്ചിട്ട് വേണം റൂട്ട് കൊടുക്കാൻ. എന്റെ കാൽക്കുലേറ്ററിൽ റൂട്ട് അടിച്ചിട്ടാണ് 2 കൊടുക്കേണ്ടത്.
രണ്ടടിച്ചിട്ട് റൂട്ട് കൊടുക്കുമ്പോ പോയിന്റ് വരാത്തൊരു സംഖ്യ വരുന്നു, 1 പോയിന്റ് ഒക്കെ വരുന്നു. എന്താ ഞാൻ ചെയ്യണത് ശരിയല്ലാണ്ടായിരിക്കാൻ ഞാൻ ചെയ്യുന്നത് സയന്റിഫിക് കാൽക്കുലേറ്ററിലായതുകൊണ്ട് റൂട്ട് ഇട്ടതിന് ശേഷമാണ് 2 അടിക്കേണ്ടത്. എല്ലാവർക്കും ഈ കുഴപ്പമുണ്ടോ? പക്ഷെ മാം പറഞ്ഞ കാൽക്കുലേറ്റർ മേടിച്ചത് 2 അടിച്ചതിന് ശേഷം റൂട്ട് അടിച്ചാലേ കിട്ടുന്നുള്ളൂ. ചില നോർമൽ കാൽക്കുലേറ്ററിൽ അങ്ങനെയായിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്നത് സയന്റിഫിക് കാൽക്കുലേറ്ററിലാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് സയന്റിഫിക് വേണ്ട, കാരണം സയന്റിഫിക് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും 14 പോയിന്റ് കിട്ടുന്നുണ്ടോ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ വാല്യൂ? കിട്ടുന്നുണ്ട്. 14.142 20 divided by √2. അപ്പൊ ഇങ്ങനെയാണ് പ്രോബ്ലം വരുന്നത്. കാൽക്കുലേറ്ററിലൊന്ന് ചെയ്ത് നോക്കുക ഇടയ്ക്ക്, ചിലപ്പോൾ ശരിയാവും. എന്തെങ്കിലും മിസ്സിങ് പറ്റുന്നതായിരിക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം ക്ലിയർ അല്ലേ? ഫസ്റ്റ് പ്രോബ്ലം ക്ലിയർ അല്ലേ? എനിക്കും അത് കിട്ടുന്നില്ല. 1.4142 എന്ന് പറഞ്ഞാ കിട്ടുന്നേ. 1 പോയിന്റ് എനിക്കും അതന്നെ പ്രശ്നം. 1.4142 കിട്ടുന്നേ. കിട്ടുന്നില്ല. കറക്റ്റ് എനിക്കിപ്പോ കിട്ടില്ല. 20. മനോജിന് കിട്ടിയോ? എനിക്ക് കിട്ടി 20. അപ്പൊ നിങ്ങൾ അടിക്കുന്ന മനോജ് ആദ്യം 20 ഇട്ടു, ഡിവൈഡഡ് ബൈ ചെയ്തിട്ട് റൂട്ടാണോ ആദ്യം ഇട്ടത് 2ആണോ ആദ്യം ഇട്ടത്? എന്നിട്ട് 2 ഇടണം. എന്നിട്ട് എത്ര ആൻസർ കിട്ടി? എന്നിട്ട് ഈക്വൽ അടിച്ചു കഴിഞ്ഞാൽ 14.142 കിട്ടുന്നുണ്ട്. അല്ലല്ല, ഞാൻ ചെയ്യുമ്പോ കിട്ടുന്ന അല്ലല്ല 20 ആദ്യം 20 divided by 2, അത് കഴിഞ്ഞിട്ട് റൂട്ട്, പിന്നെ പണം അടിക്കുമ്പോഴാണ് 14 കിട്ടുന്നുള്ളൂ. അങ്ങനെ കിട്ടും. എന്റെ കാൽക്കുലേറ്ററിൽ തിരിച്ചാണ് കിട്ടുന്നത്. ചില കാൽക്കുലേറ്ററിന് പ്രത്യേകതയായിരിക്കാം. ചിലപ്പോൾ ഡിജിറ്റ് ആദ്യം ഇടണമായിരിക്കും, ചിലപ്പോൾ ഫംഗ്ഷൻ ആയിരിക്കും ആദ്യം ഇടേണ്ടത്. ഇനി ആർക്ക് കിട്ടാത്തത് പറഞ്ഞ ഒരാൾ കൂടി പറഞ്ഞല്ലോ, ഷീനയാണോ? ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കൂ. ഏതാ കാൽക്കുലേറ്റർ? സയന്റിഫിക്കിന്റെ കാൽക്കുലേറ്റർ ആണോ? 20 divided by √2 അടിക്കാൻ പറ്റത്തില്ല. 2 √2 അടിക്കാൻ പറ്റുന്നുള്ളൂ. റൂട്ട് ഇട്ടിട്ട് 2 അടിക്കാൻ പറ്റുന്നില്ലേ? ഇല്ല, 20 divided by 2 അടിക്കാൻ പറ്റുന്നില്ല. 2 √1 അടിക്കാൻ പറ്റുന്നുള്ളൂ. അതെന്താ റൂട്ട് ഇട്ടിട്ട് 2 അടിക്കാൻ പറ്റാത്തത്? അങ്ങനെ ആകുമ്പോ വർക്ക് ആവുന്നില്ല. √2 അടിക്കുമ്പോ വർക്കാവുന്നുണ്ട്. റൂട്ട് കൊടുത്ത് പിന്നെ അതിനുശേഷം 2 ശരിക്കും ചെയ്യേണ്ടത് 20 ഡിവൈഡഡ് ബൈ റൂട്ട് ഇട്ടതിന് ശേഷം 2 ഇടണം. അതാണ് ശരിക്കുള്ള ഒരു ഫംഗ്ഷനിങ്. അങ്ങനെയാണ് വരിക. അതെ, അതാണ് കറക്റ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് ആൻസർ കിട്ടും. ഇതിന്റെ സ്ക്വയർ എങ്ങനെ കാണണം മാം? ഏതിന്റെ സ്ക്വയറാ? 14.142 സ്ക്വയർ ഉണ്ട്. ഇൻറ്റു അത് തന്നെ വീണ്ടും ചെയ്യാ. ഏരിയ A is equal to അതല്ലാണ്ട് ഏതാണ് ഫംഗ്ഷൻ കീ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ആവൂല. ഇത് കണ്ടോ, ഈസ്റ്റു എന്ന് പറഞ്ഞാൽ ഈ സാധനം നോക്കുക. ഇങ്ങനെ ഒരു ചിഹ്നം കാണുന്നുണ്ടോ? എക്സ് സ്ക്വയർ ഇങ്ങനെ. അതായത് എക്സ് സ്ക്വയർ എന്നുള്ളത് അടിച്ചാലും മതി. അതടിക്കുമ്പോ വന്നില്ലേ 200 സംതിങ്? ഇല്ല. സ്ക്വയർ അടിച്ചിട്ട് ഈക്വൽ ടു അടിച്ചോ?
അല്ലെങ്കിൽ ഈ ഒരു ചിഹ്നം കണ്ടോ, ഇങ്ങനെ ഒരു ചിഹ്നം കണ്ടോ, വി നേരെ തിരിച്ചിട്ട പോലെ. അപ്പൊ 14.144 ഇങ്ങനെ ആ ചിഹ്നം ഞെക്കിയിട്ട് 2 ഞെക്കുക, ഞെക്കിയിട്ട് 2 ഞെക്കുക. ഈ കാൽക്കുലേറ്ററിൽ ആ ചിഹ്നം ഇല്ല മാം. ഇല്ല, എക്സ് സ്ക്വയർ ഉണ്ടെങ്കിൽ അത് ഞെക്കിയാലും മതി. സാധാരണ കാൽക്കുലേറ്ററിൽ അങ്ങനെ വരാറുണ്ട്. വരുമല്ലോ, 14.144 എന്ന് അടിച്ചതിന് ശേഷം ആ എക്സ് സ്ക്വയർ ഇങ്ങനെയല്ലേ കാണുന്നത്, എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഇത് ബട്ടൺ, അത് ഞെക്കിയാലും മതിയല്ലോ. എൻ്റെ കാൽക്കുലേറ്ററിൽ അത് വർക്ക് ആവുന്നുണ്ട്. 14.144 ഇട്ടിട്ട് എക്സ് സ്ക്വയർ അടിച്ചു കഴിഞ്ഞാൽ അത് സ്ക്വയർ വരും. അതുപോലെ തന്നെ എക്സ് ക്യൂബിൻ്റെ ഉണ്ട് ഇതിൽ. എക്സ് ക്യൂബ് ഇട്ടാൽ അതിൻ്റെ അല്ലേ കാൽക്കുലേറ്ററിൽ എന്താ അത് ഈക്വൽ ടു അടിക്കണം. അതല്ല ഞാൻ ഈക്വൽ ടു അടിച്ചോ ചോദിച്ചത്. അപ്പോൾ ആർക്ക് സനിമോന് കിട്ടിയായിരുന്നോ? ഈക്വൽ ടു അടിക്കുമ്പോൾ വരും. ഈക്വൽ ടു അടിക്കണം. നമ്മൾ ഏതൊരു ഫംഗ്ഷൻ ആയാലും അത് ഫംഗ്ഷൻ കൊടുത്താൽ മാത്രം പോരല്ലോ, അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ ഈക്വൽ ടു അടിക്കണം. അല്ലെങ്കിൽ ആൻസർ എന്ന് പറഞ്ഞൊരു ബട്ടനും കൂടി ഉണ്ട്. നിങ്ങളുടെ ആൻസർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ സയൻറ്റിഫിക്കൽ ആൻസർ ഉണ്ട് അതിൻ്റെ. ആ സനിമോന് കിട്ടിയായിരുന്നോ? സനിമോന് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതാണ് ഞാൻ ചോദിച്ചത്. കിട്ടിയോ ഇപ്പോ? ആ അതായത് ഈക്വൽ ടു അടിക്കാൻ മറക്കരുത്. എന്ത് ഫംഗ്ഷൻ കൊടുത്താലും അതിൻ്റെ ഈക്വൽ ടു, അതിൻ്റെ ആൻസർ കിട്ടണമെങ്കിൽ ആൻസർ എന്നുള്ളത്, അതായത് ഈക്വൽ ടു എത്രയാന്നുള്ളത് നമ്മൾ അടിച്ചു കൊടുക്കണം. ഈക്വൽ ടു ബട്ടണിലോ ആ എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14.144 സ്ക്വയർ 2. അത് നമ്മൾ √2 എടുക്കുമ്പോൾ കാൽക്കുലേറ്ററിൽ വരുന്നത് 14.142. നമ്മൾ √2ൻ്റെ വാല്യൂ 1.414 എടുക്കുമ്പോഴാണ് ശരിക്കും 14.144 വരുന്നത്. മനസ്സിലായോ? ചെറിയ വ്യത്യാസമാണ്. അതായത് മറ്റേ വാല്യൂ എടുക്കുകയാണെങ്കിലും 199. അതായത് നമ്മൾ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾ വാല്യൂ കാണാണ്ട് പഠിച്ചിട്ട് വാല്യൂ ഇട്ട് കൊടുത്തോളൂ. മറ്റേതാണെങ്കിലും നമുക്ക് കിട്ടുക 199.99 എന്നാ. അത് ശരിക്കും ഈക്വൽ ടു 20 എന്ന് പറയാം, അല്ല 200 എന്ന് പറയാം നമുക്ക്. ഉണ്ടോ ഈ ഒരു വാല്യൂ കിട്ടാം. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം കൂടി ചെയ്യാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചും കൂടി. ഇത് കാൽക്കുലേറ്ററിൽ നിങ്ങൾ ഉപയോഗം കുറഞ്ഞിട്ടാണ്. കാൽക്കുലേറ്റർ മാക്സിമം ഇടയ്ക്കിടയ്ക്കൊന്ന് ഉപയോഗിക്കുക, അതിൻ്റെ ഫങ്ഷൻസൊക്കെ ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ വാങ്ങിയതിന് ശേഷം ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, ഇത് വാങ്ങിയവരാണെങ്കിൽ. അപ്പം നോക്കാം, അടുത്ത പ്രോബ്ലം നോക്കിയേ. എന്താ അടുത്ത പ്രോബ്ലം വരുന്നത്? ഈ ഒരു പ്രോബ്ലം കേട്ടോ. ഫൈൻഡ് ഒന്ന് മ്യൂട്ടാക്കൂ. ഫൈൻഡ് ഔട്ട് ദി സർക്കംഫറൻസ്, ഡയഗണൽ ആൻഡ് ഏരിയ ഓഫ് എ സ്ക്വയർ whose side is 14 cm. സൈഡ് 14 cm ആയിട്ടുള്ള ഒരു സ്ക്വയറിൻ്റെ എന്തൊക്കെ കണ്ടുപിടിക്കണം നമ്മൾ? സർക്കംഫറൻസ്, ഡയഗണൽ ആൻഡ് ഏരിയ, ഇതൊക്കെ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ? ഫൈൻഡ് ഔട്ട് ദി സർക്കംഫറൻസ്, ഡയഗണൽ ആൻഡ് ഏരിയ ഓഫ് എ സ്ക്വയർ whose side is 14 cm. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു.
ആ അപ്പോൾ എന്താ നമുക്ക് തന്നിട്ടുള്ളത്? സൈഡ് തന്നിട്ടുണ്ടല്ലേ. ഏതാണ്? സൈഡ് എ ഈസ് ഈക്വൽ ടു 14 സെന്റിമീറ്റർ അല്ലേ? നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? പെരിമീറ്റർ, അതായത് സർക്കംഫറൻസ്. ഏരിയ പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ പറയുക? സർക്കംഫറൻസ് എന്ന് പറയുള്ളൂ കേട്ടോ. അത് സർക്കിളിന്റെ കേസിൽ മാത്രം സർക്കംഫറൻസ് എന്ന് പറയാം. സർക്കിളിന്റെ അന്ന് കാണിച്ചപ്പോൾ പറഞ്ഞില്ലേ, ചുറ്റുമുള്ള അളവിനെ നമ്മൾ സർക്കംഫറൻസ് എന്ന് പറയാം. ബാക്കിയുള്ളതിനെ നമ്മൾ പെരിമീറ്റർ എന്ന് പറയും, ചുറ്റളവ് എന്ന് പറയും. സർക്കിളിൽ നമ്മൾ മാത്രം സർക്കംഫറൻസ് എന്ന് പറയാം കേട്ടോ. സർക്കംഫറൻസ്. പിന്നെന്താ കണ്ടുപിടിക്കണ്ടേ? ഡയഗണല്, പിന്നെന്താ? ഏരിയ. ഇത് മൂന്നുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ഏരിയ കണ്ടുപിടിച്ചൂടെ? ഏരിയ ആണ് കണ്ടുപിടിക്കാൻ സുഖം. ഏരിയ ഈക്വൽ ടു എ സ്ക്വയർ ആണ്. എ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എത്ര തന്നിട്ടുള്ള നമുക്ക്? 14. 14ന്റെ സ്ക്വയർ എത്ര വരും? 196 സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ? 14 അടിച്ചിട്ട് എക്സ് സ്ക്വയർ അടിച്ചു കൊടുത്താൽ മതി കാൽക്കുലേറ്ററിലെ. കിട്ടിയോ? ഒന്നില്ലെങ്കിൽ 14 × 14 അടിച്ചു നോക്കുക. 14 × 14. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 14 അടിച്ചിട്ട് എക്സ് സ്ക്വയറിൻ്റെ ചിഹ്നം ഇട്ട് കൊടുത്തിട്ട് ഈക്വൽ ടു ഇടാം. അപ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും. 196 സെന്റിമീറ്റർ സ്ക്വയർ. ഇതിപ്പോൾ ഏരിയ കണ്ടുപിടിച്ചു. അടുത്ത എന്താ? എന്താ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? പറഞ്ഞ ഒരാൾ, ഏതെങ്കിലും ഒരാൾ പറഞ്ഞേ. സ്ക്വയറിന്റെ സൗണ്ട് കൂടിയോ? എക്കോ വരുന്നുണ്ടോ? എല്ലാവരുടെയും എക്കോ വരുന്നുണ്ടല്ലോ. മ്യൂട്ടാക്കിയേ. എന്തെങ്കിലും വരുന്നുണ്ടോ? സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ ദൈവമേ. ഹലോ, ഇത് പോയില്ല. ഹലോ, ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തെന്താണ്? സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതെങ്കിലും ഒരാൾ പറഞ്ഞേ. എന്താ? സർക്കിളാ എപ്പോഴേക്കിനും ഇവിടെ സ്ക്വയർ ആയിട്ടുള്ളോ? സെന്റിമീറ്റർ. ഞാൻ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സ്ക്വയറിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. 4a. ബുക്ക് മറച്ചു നോക്കിയാ? എന്താ? സർക്കിളിന് മാത്രമല്ലോ സർക്കംഫറൻസ് പറയുള്ളൂ. ആ, അതിന്റെ പെരിമീറ്റർ, അതായത് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഞാൻ വിചാരിച്ചു സർക്കിൾ വരച്ച് ഇതിന്റെ. ആ, നോക്ക്, ഇക്വേഷൻ വരുന്നത് 4a ആണ്. 4a ആണ് വരിക. അപ്പോൾ 4 × a എത്രയാണ്?
14 സെന്റിമീറ്റർ. 14 സെന്റിമീറ്റർ. അപ്പൊ എത്ര വരും? 4 × 14 56 സെന്റിമീറ്റർ. 56 സെന്റിമീറ്റർ. അപ്പൊ സർക്കംഫറൻസും കണ്ടുപിടിച്ചു. അടുത്ത എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഡയഗണൽ. ഏരിയ ആദ്യം കണ്ടുപിടിച്ചില്ലേ? എടുക്കണു. ഏരിയ കണ്ടുപിടിച്ചു, സർക്കംഫറൻസ് കണ്ടുപിടിച്ചു. അടുത്തത് ഡയഗണൽ. ഡയഗണൽ എങ്ങനെ കണ്ടുപിടിക്കുക? ഇക്വേഷൻ പറഞ്ഞേ. √2a. അപ്പോൾ √2ന്റെ വാല്യൂ എത്രയാ? 1.414 ഇൻറ്റു എയുടെ വാല്യൂ 14. എത്ര വരും? 19.796 സെന്റിമീറ്റർ. ഓക്കെ ആയോ? അപ്പോൾ ഏരിയ കണ്ടുപിടിച്ചു. ഏരിയ ഈക്വൽ ടു എ സ്ക്വയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ആണ്. 14ന്റെ സ്ക്വയർ എത്ര ആൻസർ വരിക? 196 സെന്റിമീറ്റർ സ്ക്വയർ. 196 സെന്റിമീറ്റർ സ്ക്വയർ. സർക്കംഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇക്വേഷൻ 4 × a, അതായത് 4a. അപ്പോൾ 4 × എയുടെ വാല്യൂ എത്രയാ? 14. എത്ര ആൻസർ വരും? 56 സെന്റിമീറ്റർ. അടുത്തെന്താ? ഡയഗണൽ. ഡയഗണലിന്റെ ഇക്വേഷൻ എന്താ? √2a. √2ന്റെ വാല്യൂ 1.414 ആണ്. ഇൻറ്റു എയുടെ വാല്യൂ 14 ആണ്. ആൻസർ എത്ര വരും? 19.796 സെന്റിമീറ്റർ. ക്ലിയർ അല്ലേ പ്രോബ്ലം? ഈ സർക്കിളിന്റെ ഈ സ്ക്വയറിന്റെ പെരിമീറ്ററിന് ഇതെന്നാ പറയാ? സർക്കിളിന്റെ നമ്മൾ സർക്കംഫറൻസ് എന്ന് പറയും. അപ്പൊ സ്ക്വയറിന്റെ? അയ്യോ, സർക്കിൾ എന്നാണ് ഞാൻ പറഞ്ഞേ. അയ്യോ സോറി ട്ടോ. സ്ക്വയറിന്റെ. സർക്കിളിന്റെയും രണ്ട് രീതിയിലും പറയും. നമ്മൾ കോമൺലി സർക്കിളിന്റെ മാത്രമാണ് സർക്കംഫറൻസ് എന്ന് പറയാ. സ്ക്വയറിന്റെയും പറയാറുണ്ട്. സോറി, ഞാൻ തെറ്റി പറയായിരുന്നു എത്ര നേരം. ഓക്കെ, സോറി ട്ടോ. അതായത് സർക്കിളിന്റെ ആണെങ്കിൽ നമ്മൾ സർക്കംഫറൻസ് എന്ന് പറയും. ചില ടൈമിൽ നമ്മൾ സ്ക്വയറിന്റെ ആയാലും സർക്കംഫറൻസ് എന്ന് പറയാറുണ്ട്. ആ, പെരിമീറ്റർ എന്നാണ് പറയാൻ നോർമലി ചുറ്റളവിന്. പക്ഷേ സർക്കംഫറൻസ് എന്നും പറയാറുണ്ട്. അല്ല, ചില ടൈമിൽ നമ്മൾ ഈക്വൽ സൈഡ്സ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം. സെയിം ആയതുകൊണ്ട് സ്ക്വയറിന്. ഓക്കെ, സോറി ട്ടോ. അടുത്ത പ്രോബ്ലം നോക്കിയാലോ? എന്താണ് തേർഡ് പ്രോബ്ലം? ഇതാണ് ട്ടോ പ്രോബ്ലം. The perimeter of a square plot is 48 meter. Find its area. പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറയും, കണ്ടോ? അതായത് സർക്കംഫറൻസ് എന്ന് പറയാം, പെരിമീറ്റർ എന്ന് പറയാം. സ്ക്വയറോ? ആ, സ്ക്വയറിന് വേണ്ടിയിട്ട്. അതായത് സെയിം ഈക്വൽ ആയിട്ടുള്ള സൈഡുകളായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സർക്കംഫറൻസ് എന്നും മീൻ ചെയ്യാം. സർക്കംഫറൻസ് എന്നും പറയും. അല്ലെങ്കിൽ പെരിമീറ്റർ നമുക്ക് പറയാം. നോർമലി പറയുന്ന ചുറ്റളവിന് പെരിമീറ്റർ ആയിട്ടും പറയാം.
അതെ, ഓട്ടോ കാർഡിൽ ഇപ്പൊ സർക്കിൾ ആണെങ്കിൽ അതിൽ സർക്കിൾ ഫ്രണ്ട്സ് വരും, മറ്റുള്ളത് റെക്ടാങ്കിൾ, സ്ക്വയർ എല്ലാം കാണിക്കുന്നത് പെരിമീറ്റർ. പെരിമീറ്റർ എന്നാ കാണിക്കുക. അതെ അതെ, ഓട്ടോ കാർഡിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണ്, പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 48 മീറ്റർ ആണ്. പെരിമീറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏരിയ. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് റെക്കോർഡിൻ്റെ കുറച്ചൊരു കാര്യം പറയാനായിട്ട്. വേഗം പ്രോബ്ലത്തിലേക്ക് കടക്കാം. എന്താ വരുന്നേ? അതായത് നമുക്ക് തന്നിട്ടുള്ളത് പെരിമീറ്റർ ആണ്. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു എത്രയാ? 48ഓ? 48 മീറ്റർ അല്ലേ? 48 മീറ്റർ. അപ്പം നമ്മൾ എന്ത് എഴുതണം? പിന്നെ വേറെ ഒന്നും തന്നിട്ടില്ല, ഡയറക്റ്റ് ഏരിയ കണ്ടുപിടിക്കണം അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താ? 4a ഈക്വൽ ടു 48 എന്ന് എഴുതാം അല്ലേ? എഴുതിക്കൂടെ? ആ, ഇതിൽ നമുക്ക് എന്താണ്? 4നെ മാത്രം ഇവിടെ നിർത്തുക, അല്ല എനെ മാത്രം ഇവിടെ നിർത്തുക. 4ന് എന്ത് ചെയ്യുക? 4ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അതായത് 48 ഡിവൈഡഡ് ബൈ 4 ആയിട്ട് മാറും. ഇൻറ്റു 4 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 4 ആയിട്ട് മാറും. അപ്പോൾ എ ഈക്വൽ ടു എത്ര വരും? 48 ഡിവൈഡഡ് ബൈ 4 12 വരും. അപ്പോൾ നമുക്ക് ഒരു സൈഡ് കിട്ടി, 12 ആണ്, 12 മീറ്റർ. അതിന് ഏരിയ കണ്ടുപിടിച്ചൂടെ? ഏരിയ ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു എ സ്ക്വയർ. ഇക്വേഷൻ എഴുതിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ മറക്കും. എ സ്ക്വയർ. ഇപ്പോൾ 12 സ്ക്വയർ, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 12 ഇൻറ്റു 12 എന്ത് വരും? 12 ഇൻറ്റു 12 144 മീറ്റർ സ്ക്വയർ എന്ന് എഴുതണം കേട്ടോ. മീറ്ററിലാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, അപ്പോൾ മീറ്റർ സ്ക്വയർ തന്നെ എഴുതണം. സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ ആവും, മീറ്റർ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ ആവും, ഫീറ്റ് ആണെങ്കിൽ സ്ക്വയർ ഫീറ്റ് ആവും, ഇഞ്ച് ആണെങ്കിൽ ഇഞ്ച് സ്ക്വയർ ആവും, അങ്ങനെ മാറും. ക്ലിയർ അല്ലേ പ്രോബ്ലം? അടുത്ത പ്രോബ്ലം ചെയ്താലോ? ഇതാണ് അടുത്ത പ്രോബ്ലം വരുന്നത്. പെട്ടെന്ന് ചെയ്യാൻ, നമുക്ക് റെക്കോർഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ ക്വസ്റ്റ്യൻ വരുന്നത്? എന്തൊക്കെ കണ്ടുപിടിക്കണം? പെരിമീറ്റർ കണ്ടുപിടിക്കണം, ഡയഗണൽ കണ്ടുപിടിക്കണം, ഏരിയ കണ്ടുപിടിക്കണം, സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അയ്യോ, കൊച്ചുമുഖം എഴുതിയില്ല. ഒരു മിനിറ്റ് കേട്ടോ. ഫൈൻഡ് ഔട്ട് ദി പെരിമീറ്റർ, ഡയഗണൽ ആൻഡ് ഏരിയ ഓഫ് എ സ്ക്വയർ ഹുസ് സൈഡ് 18 സെൻറ്റിമീറ്റർ. 18 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ, ഡയഗണൽ ആൻഡ് ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? എന്താണ്? സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. സൈഡ് എ ഈക്വൽ ടു എത്രയാ? 18 സെൻറ്റിമീറ്റർ. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? പെരിമീറ്റർ, ഡയഗണൽ, ഏരിയ. ഇനി മൂന്നുമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഏരിയ ആദ്യം കണ്ടുപിടിക്കാം. എന്താണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? എ സ്ക്വയർ. എ സ്ക്വയർ എന്താ വരിക? 18 ഇൻറ്റു 18 എത്ര വരും?
18 സ്ക്വയർ 324 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ ആൻസർ വരിക 324 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ കണ്ടുപിടിച്ചു. അടുത്ത എന്താ കണ്ടുപിടിക്കണ്ടേ? ഡയഗണൽ. പെരിമീറ്റർ കണ്ടുപിടിക്കാം. പെരിമീറ്റർ കണ്ടുപിടിച്ചിട്ട് ഡയഗണൽ കണ്ടുപിടിക്കാം. സിമ്പിളായിട്ടുള്ളത് ആദ്യം കണ്ടുപിടിക്കാം കേട്ടോ. പെരിമീറ്റർ എന്താ ഇക്വേഷൻ? 4a എന്തായിരിക്കും? 4 × 18 എത്ര ആൻസർ വരിക? എത്ര ആൻസർ വരിക? 72 സെൻറ്റിമീറ്റർ അല്ലേ? അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. അതെ അതെ. മാത്സ് ആണ്, ഡൗട്ടൊന്നും ഇല്ലാതെ ക്ലിയർ ആയിട്ട് പോണം. അടുത്ത എന്ത് കണ്ടുപിടിക്കാം? ഡയഗണൽ. ഡയഗണൽ. ഡയഗണൽ ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? √2a അല്ലേ? √2ൻ്റെ വാല്യൂ 1.414 അല്ലേ? ഇൻറ്റു a 18 എന്ത് വരും? 25.452 സെൻറ്റിമീറ്റർ അല്ലേ? ആൻസർ കിട്ടിയ 25.452. ക്ലിയർ അല്ലേ? ഈ ചെയ്ത 4 പ്രോബ്ലംസ് ക്ലിയർ അല്ലേ? ഇങ്ങനത്തെ പ്രോബ്ലംസ് തന്നെയേ വരുള്ളൂ കേട്ടോ. നോട്ട് ചെയ്തില്ലേ? ഡൗട്ട്സ് വല്ലതുണ്ടോ? മെസ്സേജ് അയക്കുന്നുണ്ടോ? ആരെങ്കിലും അയച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ക്ലിയർ അല്ലേ? റെക്കോർഡിന്റെ കാര്യം പറഞ്ഞാലോ? നമുക്ക് റെക്കോർഡിന്റെ കാര്യം പറയാനുള്ളത്. റെക്കോർഡ് എഴുതി തുടങ്ങും. ഇതാണ് റെക്കോർഡിന്റെ ഇൻഡെക്സ് പേജ് വരുന്നത് കേട്ടോ. ഇതാണ് റെക്കോർഡിന്റെ ഇൻഡെക്സ് പേജ് വരുന്നത്. എന്താണ് ആദ്യം കാണിച്ചിട്ടുള്ള നമ്പർ? സീരിയൽ നമ്പർ കാണിച്ചിട്ടുണ്ട്. പിന്നെന്താണ്? ടൈറ്റിൽ കാണിച്ചിട്ടുണ്ട്, ഏതാണ് എഴുതുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ പേജ് നമ്പറും കാണിച്ചിട്ടുണ്ട്. ക്ലിയർ ആവുണ്ടോ? ക്ലിയർ ആവുണ്ടോ? ഞാൻ PDF ആയിട്ട് അയക്കാം. ഇതിങ്ങനെ PDF ഷെയർ ചെയ്യുന്ന കാരണം. അടുത്ത പേജിലാണ്. ഇൻഡെക്സ് നിങ്ങൾ ആദ്യം എഴുതണ്ട. ഞാൻ ആദ്യം നിങ്ങൾക്ക് തരിക ചെയിൻ സർവേയിങ്. ആദ്യത്തെ എഴുതാനായിട്ട് തരിക. ചെയിൻ സർവേയിങ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെയിൻ സർവേയിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ? മെട്രിക് ചെയിൻ. ആ മെട്രിക് ചെയിൻ്റെ ഓപ്പോസിറ്റുള്ള, അതായത് റെക്കോർഡ് ഷീറ്റിൽ ഒരു സൈഡിൽ മാത്രം എഴുതുക, ഒരു സൈഡിൽ വരയ്ക്കുക. അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ എഴുതുക, ലെഫ്റ്റ് സൈഡിൽ ഫിഗേഴ്സ് വരയ്ക്കുക. അപ്പോൾ ചെയിൻ സർവേയിങ് ആണ് നമ്മൾ ആദ്യം എഴുതി തുടങ്ങുന്നത്. ചെയിൻ സർവേയിങ്. ആ ചെയിൻ സർവേയിങ്ങിൻ്റെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരയില്ലാത്തതാണ് തന്നിട്ടുള്ളത്. അതിൽ ഡൗട്ടൊന്നും വരരുത് കേട്ടോ.
ഇപ്പം ഞാനിതിൽ അയച്ചേക്കുന്നത് വരെയുള്ളതിൻ്റെയാ, അതിൽ ഡൗട്ട് വേണ്ട കേട്ടോ. അപ്പോ ലൈൻസ് ഇല്ലാത്തതിലാണ് അതിന്റെ എല്ലാം ലൈൻ വരച്ചിട്ടാണ് ഇതിന്റെ. വേണ്ട, വരയ്ക്കൊന്നും വേണ്ട, നിങ്ങൾ അതിൽ തന്നെ എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഇതിൽ ലൈൻ കാണുമ്പോൾ ഡൗട്ട് തോന്നരുത്, ഞങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ ലൈൻ ഇല്ലല്ലോ എന്ന് തോന്നരുത്, പഴയ റെക്കോർഡാണ്. അത് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് അടുപ്പിച്ചതാ. ലൈൻസ് നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല എന്നാണെങ്കിൽ വരച്ചിട്ട് എഴുതുമ്പോഴേ അത് മായ്ക്കുമ്പോൾ ഭയങ്കര വൃത്തികേടാവും. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഏതെങ്കിലും ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വരയുള്ള പേപ്പർ അതിൻ്റെ താഴെ വെക്കുക, എന്നിട്ട് എഴുതുക. മനസ്സിലായോ? ആ സ്കെച്ച് കൊണ്ടോ നല്ല വലിയ മാർക്കർ കൊണ്ടോ വരച്ചിട്ടുള്ള ഒരു പേപ്പർ എടുത്ത് താഴെ വെച്ചിട്ട് നോക്കി എഴുതുക. അപ്പം നമുക്ക് ആ ലൈൻസ് കണ്ട് അത് നമുക്കിവിടെ എഴുതി പോവാലോ. ആ അല്ലെങ്കിൽ നിങ്ങൾ ഈ ലൈൻ വരച്ച് കഴിഞ്ഞിട്ട് അത് നമുക്കിവിടെ എഴുതി പിന്നെ അത് മായ്ക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ക് പരക്കും, ചിലപ്പോൾ കീറും, ചിലപ്പോൾ വൃത്തികേടാവും, റബ്ബറിൻ്റെ കളർ വരും, പെൻസിലിൻ്റെ കളറൊക്കെ വരും. അപ്പം അതിന് നല്ലത് ഈ ഒരു പരിപാടിയാണ്. അതായത് ഏതെങ്കിലും ഒരു വരച്ചിട്ടുള്ളൊരു ഷീറ്റ് സ്കെച്ച് കൊണ്ട്, ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് വരച്ചിട്ടുള്ളതാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ നോർമലായിട്ടുള്ള വരച്ചിട്ടുള്ള ഒരു പേജ് എടുക്കുക, അതും ഒന്നും കൂടി മരപ്പിക്കുക സ്കെച്ച് കൊണ്ട്, അപ്പോൾ കുറച്ചും കൂടി ഡാർക്കായിട്ട് കാണാൻ പറ്റും. അത് ചെയ്താൽ മതി. എന്താ, ഞാൻ കുറെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഐഡിയ. റെക്കോർഡിന് എന്ത് ഐഡിയക്ക് വേണമെങ്കിലും ചോദിച്ചോളൂ, കുറെ ഐഡിയാസ് ഉണ്ട്, പറഞ്ഞുതരാം. ആ പെന്ന് കൊണ്ട് എഴുതിക്കോ, നല്ല വൃത്തിയിൽ എഴുതണേ, തെറ്റുകളൊന്നും വരാണ്ട്. വൈറ്റ്നറൊന്നും കൂടുതലല്ല വൈറ്റ്നർ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ്. അത്രയ്ക്കും വന്നാൽ മാത്രമേ വൈറ്റ്നർ വയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. തെറ്റുകൾ വരാണ്ട് എഴുതാം മാക്സിമം. അപ്പോൾ വരയുടെ കാര്യത്തിൽ ഈ ഒരു കാര്യം ചെയ്യാം, അതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾ സ്വന്തമായിട്ട് വരയ്ക്കാണ്ട് വരച്ച ഒരു പേജിൽ തന്നെ ചെയ്യാൻ നോക്കുക, അപ്പോൾ വര ചെരിഞ്ഞു പോവില്ല. നമ്മളായിട്ട് ചിലപ്പോൾ സ്കെയിലൊക്കെ എടുത്ത് വരയ്ക്കുമ്പോൾ ചെരിഞ്ഞു പോവാം. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ നോർമലി ഒരു വരച്ചിട്ടുള്ള ഒരു പേജ് എടുക്കുക, അത് നമുക്കൂടെ ഒന്നും കൂടിയും സ്കെച്ച് കൊണ്ട് ഡാർക്കൻ ചെയ്ത് വരയ്ക്കുക, ആ പേപ്പർ താഴെ വെച്ച് വരയ്ക്കുക, വരയ്ക്കുക എഴുതുകയോ ചെയ്യാം. ഓക്കെ, അതിൻ്റെ കാര്യം ക്ലിയർ ആയല്ലോ. അപ്പോൾ ആദ്യത്തെ ഷീറ്റ് എന്താ, ചെയിൻ സർവേയിങ് എന്ന് പറഞ്ഞ ഷീറ്റാണ് ഫസ്റ്റ് പേജ് വരുന്നത്. ചെയിൻ സർവേയുടെ ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുള്ളതാണ് ആ പേജിൽ തന്നെ എന്താണ് മെട്രിക് ചെയിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. എക്കോ വരുന്നുണ്ടല്ലേ? മെട്രിക് ചെയിൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന പേജിൽ നോക്കിയേ, ഫിഗറാ കാണിച്ചിട്ടുള്ളേ. ആ ഫിഗർ എവിടെ വരയ്ക്കണ്ടേ? ആ ഈ എഴുതിയതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വേണം വരയ്ക്കാനായിട്ട്. ഐഡിയ മനസ്സിലായോ? ആ ഇത് PDF ആക്കി, ഞാൻ ഇത് PDF ഷെയർ ചെയ്ത് തരുന്ന കാരണം ഇത് ശരിക്കും ക്ലിയറുള്ള പിക്ചറാ. ഇപ്പം ക്ലിയർ ഉണ്ടല്ലോ ഇല്ലേ? ആ അത് ചെറിയ ഒരു പ്രശ്നമാണ്, PDF-ൻ്റെ ആയതുകൊണ്ടാണ്. എനിക്ക് പക്ഷേ സ്ക്രീൻ കാണുമ്പോൾ ഇടയ്ക്ക് കുഴപ്പം വരുന്നില്ല, പക്ഷെ ഇടയ്ക്ക് പ്രശ്നമാണ്. അപ്പോൾ ഞാൻ PDF ഷെയർ ചെയ്ത് തരാം, അതിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഷെയർ ചെയ്യുന്ന കാരണം. അപ്പോൾ ഈ ഫിഗർ എവിടെ വരയ്ക്കണം? ലെഫ്റ്റ് സൈഡിൽ വേണം വരയ്ക്കാൻ. ഫിഗർ വരയ്ക്കാനുള്ള എളുപ്പവഴി എന്താ? ഒന്നില്ലെങ്കിൽ ഇത് പ്രിൻ്റ് എടുത്ത് ട്രേസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ കഴിവുള്ളവരാണെങ്കിൽ സ്വന്തം കഴിവ് ഉപയോഗിച്ച് വരയ്ക്കാം. തീരെ കഴിവില്ലാത്തവരാണെങ്കിൽ ഇപ്പം ഞാൻ ഒരു രീതി പറഞ്ഞത്, പ്രിൻ്റ് എടുത്ത് അത് നേരെ ട്രേസ് എടുക്കാം. ആ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഞങ്ങളുടെ അവിടെ അങ്ങനെ ചെയ്തു കൊടുക്ക, കുട്ടികളാണ് ചെയ്യാ. അവർക്കിപ്പോൾ എക്സാമും കാര്യങ്ങളും തിരക്കാം, അവരുടെ റെക്കോർഡ് തന്നെ അവർ മര്യാദയ്ക്ക് എഴുതുന്നില്ല.
ഇത് കുറച്ചുള്ളൂ. ആകെ ഒരു സൈഡ് മാത്രം നോക്കുകയാണെങ്കിൽ 48 ഉള്ളൂ എഴുതാൻ. 48 പേജ് അങ്ങോട്ടുള്ളൂ എഴുതാൻ. നിങ്ങൾ ഈ ഇൻഡെക്സ് പേജ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ലാസ്റ്റ് പേജ് കിടക്കുന്നത് 48ാമത്തെ പേജാണ്. കണ്ടാ? എഴുതാനാണെങ്കിൽ ഒരു സൈഡ് മാത്രം, എഴുത്തിൻ്റെ സൈഡ് മാത്രം നോക്കുമ്പോൾ 48 ഉള്ളൂ. അപ്പുറത്ത് വരയ്ക്കേണ്ട ഫിഗറിൻ്റെയും പിന്നെ നമ്മൾ ചെയ്ത പ്രോബ്ലംസിൻ്റെയും എഴുതാനുണ്ടാവുള്ളൂ. മനസ്സിലായോ? അത്രേ എഴുതാവുള്ളൂ. മനസ്സിലായോ? ആ, ഈ ഫിഗർ വരയ്ക്കുന്നപ്പോ ഇൻഡെക്സ് പേജിന്റെ ബാക്കിലായിരിക്കും അല്ലേ? ആ, ഈ പേജ് ഇതുവരെ ഇൻഡെക്സിന്റെ ബാക്കിലായിരിക്കും. അതിന്റെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വിട്ടുള്ളൂ ഐഡിയക്ക് വേണ്ടിട്ട്. 2 പേജും പാടുള്ള. എന്താ മറക്കുന്നതിന്റെ വീഡിയോ മതിയോ? അപ്പൊ മനസ്സിലാവോ? മതി. ആ, അങ്ങനെ ഞാൻ മറച്ചിട്ടൊരു വീഡിയോ അയക്കാം. ഇനി ഓഫ്ലൈൻ ക്ലാസ് എന്നാണ് അവിടെ? അത് നേരിട്ട് കാണിച്ചു തരലാവും. ആ, ഓഫ്ലൈൻ ക്ലാസ് ഈ മാസം ഇപ്പോൾ 24, നാളെ 25. എന്നാ വെക്കണ്ടേ? നിങ്ങൾ 1-ാം തീയതി നോമ്പ് തുടങ്ങും. 1-ാം തീയതി നോമ്പ് തുടങ്ങും. 26-ാം തീയതി ശിവരാത്രി. എനിക്ക് 26-ാം തീയതി ഓഫാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ വരാം. ഉത്സവങ്ങളൊക്കെ ഉള്ള ദിവസമാണ്. ആ, പല സ്ഥലങ്ങളിൽ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലോക്കുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ വരുന്ന വഴിക്കൊക്കെ. അന്നത്തെ യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇലക്ട്രിക്കലുകാർ വരുന്നുണ്ട്. അവർക്ക് പക്ഷേ ഇത്തിരിയൊക്കെ എടുത്തുള്ളവരാ. അപ്പോൾ അവർക്ക് ഈ ബ്ലോക്കും കാര്യങ്ങളൊന്നും പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ പക്ഷേ വന്നു കഴിഞ്ഞ് ചിലപ്പോൾ പെട്ടുപോകും. ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടും. പല സ്ഥലങ്ങളിലും ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. ശിവൻ്റെ എല്ലാ ക്ഷേത്രങ്ങളിലും ഒരുവിധം ശിവരാത്രി ആഘോഷങ്ങളാണ്. അപ്പോൾ ശിവരാത്രി ഒഴിവാക്കാം. 27-ാം തീയതി മിക്കവാറും ഞാൻ ലീവായിരിക്കും. 28-ാം തീയതി നോക്കിയാലോ? 28-ാം തീയതി വെള്ളിയാഴ്ച വെച്ചാലെന്നാ? എല്ലാവരും റെഡിയാണോ? വെള്ളിയാഴ്ച നിങ്ങൾക്ക് പള്ളിയിലൊക്കെ പോകേണ്ടി വരില്ലേ? അവിടെ അടുത്ത് പള്ളിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, പോവാം. ആ, അടുത്ത് തന്നെ ഉണ്ട്. നമുക്ക് ഡാണാവിൽ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ചക്ക് വെച്ചാല് നോമ്പിന്റെ മുമ്പ് 28-ാം തീയതി വെച്ചാലോ? എല്ലാവരും റെഡിയാണെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു. 28-ാം തീയതിയിലത്തെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് നാളെ ഞാൻ സാറിനോടൊന്ന് ചോദിച്ചിട്ട് പറയാം. സാറും കൂടി ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഡ്രോയിങ് കൂടി ചെയ്യാലോ. അല്ലെങ്കിൽ നമുക്ക് സിവിലിൻ്റെ ഡ്രോയിങ്സ് സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമില്ല. എന്തായാലും ഒരു ദിവസം വരുമ്പോ നമുക്ക് എന്തായാലും ഇത് വന്ന് സിവിലിയർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ? മറ്റുണ്ടാവോ? ഇല്ല, സിവിലുകാർ തന്നെ ഉണ്ടാവുള്ളൂ. എന്നാ ആരൊക്കെ വരാൻ റെഡി എന്നുള്ളതെന്ന് അറിഞ്ഞാലേ. 28-ാം തീയതി ചിലപ്പോൾ മാസാവസാനം ആകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ആർക്കെങ്കിലും? ലാസ്റ്റ് ഡേ ആണ്. എന്തെങ്കിലും വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ദിവസം അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല. 28-ാം തീയതി ഞാൻ ലീവല്ല. 27-ാം തീയതി ആകുമ്പോൾ ഞാൻ ലീവാവും ചിലപ്പോൾ. 28-ാം തീയതി എനിക്ക് ഓക്കെയാണ്. നമുക്ക് ഡേവിസ് സാർ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് സിവിലിൻ്റെ ഡ്രോയിങ്സ് സ്റ്റാർട്ട് ചെയ്യാം. 28-ാം തീയതി ചിലപ്പോൾ നോമ്പാവാൻ ചാൻസ് ഉണ്ടാവില്ല. എന്താ? മാമിന്റെ ക്ലോക്കിൽ ടൈം തെറ്റാണല്ലോ. 9:33 കാണിക്കുന്നത്. ഒരു 3 മിനിറ്റ് ഫാസ്റ്റാണ്. ഫാസ്റ്റ് വെച്ചിരിക്കുന്നതാ. ഓക്കെ, അപ്പോൾ ഞാൻ റെക്കോർഡിൻ്റെ കാര്യം നമുക്ക് 28-ാം തീയതി ഡയറക്റ്റ് വരുമ്പോൾ പറയാം. പറയണോ ഇപ്പോൾ? അപ്പം ഈ ചെയിൻ വരുന്നത് എവിടെയാ? മെട്രിക് ചെയിൻ നമ്മൾ എഴുതിയിട്ടുള്ളതിൻ്റെ ഓപ്പോസിറ്റ് വേണം എന്ത് വരാനായിട്ട്? ഈ ഫിഗർ വരാൻ. നമ്മളിപ്പോൾ എന്ത് എഴുതിയാലും അതിൻ്റെ ഓപ്പോസിറ്റ് വേണം എന്ത് വരാൻ? അതിൻ്റെ ഫിഗർ വരയ്ക്കാനായിട്ട്. അത്രേ ഉള്ളൂ. പേജ് തുറന്നു കഴിഞ്ഞാൽ 2 സൈഡിലും കാണണം. ഒരു ലെഫ്റ്റ് സൈഡിൽ പിക്ചർ, റൈറ്റ് സൈഡിൽ ടെക്സ്റ്റ്. ഇപ്പം നമ്മൾ ഇവിടെ നോക്കിയേ, റേഞ്ചിങ് റോഡ് കാണിച്ചിട്ടുണ്ട്. ആ റേഞ്ചിങ് റോഡിൻ്റെ ഫിഗർ അതിൻ്റെ ഓപ്പോസിറ്റ് പേജിൽ കാണണം. കണ്ടോ? അതിൻ്റെ ഫിഗർ അതിൻ്റെ ഓപ്പോസിറ്റ് കാണണം. ഓഫ്സെറ്റ് റോഡ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഫിഗർ ഉണ്ട്, അത് ഞാൻ ആഡ് ചെയ്തിട്ട് തരാം. പ്ലം ബോബിൻ്റെ ഒക്കെ ഫിഗർ ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് അത് കാണണം. അപ്പോൾ ഒരു 7 പേജേ നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്നുള്ളൂ എഴുതാനായിട്ട്. ഓക്കെ,
അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിമെൻ്റ് ആണ് വരുന്നത്. അതിൻ്റെ ഇമേജ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരും. ഓക്കെ. എക്സ്പെരിമെന്റ് എന്താണ്? എക്സ്പീരിമെൻ്റ്, ആദ്യത്തെ എക്സ്പീരിമെൻ്റ് മെഷർ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഗിവൺ പോയിൻറ്റ്സ്. അതായത് 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ടായിരിക്കും, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ചെയിൻ വെച്ച് മെഷർ ചെയ്യാം. ചെയിൻ സർവേ ആണല്ലോ ആദ്യം എടുക്കുന്നത്. ചെയിൻ ഉപയോഗിച്ച് മെഷർ ചെയ്യാം. വേണേൽ നമുക്ക് സർവേൻ്റെ എക്സ്പീരിമെൻറ്റും ചെയ്യാം 28-ാം തീയതി വരുമ്പോൾ. റെക്കോർഡും പറഞ്ഞു തരാം. സർവേരെ വേണമെങ്കിൽ 1-2 എക്സ്പീരിമെൻറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ. ഓക്കെ ആണോ? ആദ്യം ഒരു 2 പോയിന്റ് തരും. ആ 2 പോയിന്റിൻ്റെ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യലാണ് ഫസ്റ്റത്തെ എക്സ്പെരിമെൻറ്റ്. രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ് ടു റേഞ്ച് എ സർവേ ലൈൻ റേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വരുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓഫ്സെറ്റ് റേഞ്ചിങ്. കണ്ടോ, ഒരു റോഡ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് എടുക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സിനെ മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു മരം കാണിച്ചിട്ടുണ്ട്, 2 മരം കാണിച്ചിട്ടുണ്ട്, ബിൽഡിങ്സ് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ചെയിൻ വെച്ചിട്ട് എങ്ങനെയാണ് ഓഫ്സെറ്റ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ. അതിന് ചെറിയ ചെറിയ എക്സ്പീരിമെൻറ്റ്സാണ് വരുന്നത്. ചെയിനിൽ എപ്പോഴും ചെറുതാണ്. ചെയിൻ സർവേ എന്തായാലും നിങ്ങളുടെ അടുത്ത് ചോദിക്കില്ല എക്സാമിന്. ചെയിൻ സർവേ ചെയ്യണമെങ്കിൽ എന്തായാലും 3 പേര് വേണം. 3 പേര് വേണം ചെയിൻ സർവേ ചെയ്യാനായിട്ട്. ഒന്ന് സർവേ ചെയ്യുന്ന സർവേയറും, ഒന്ന് അത് ഫോളോ ചെയ്യുന്ന ഫോളോവറും, പിന്നെ റേഞ്ച് ചെയ്യാനായിട്ടുള്ള ആളും. ആ, ബാബുമോന് പരിചയം ഉണ്ടായിരിക്കും അല്ലേ? ബാബുമോൻ ഇന്ന് ലീവാന്ന് തോന്നുന്നു അല്ലേ? ക്ലാസ്സിലില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അറ്റൻഡൻസ് പറയാം. വാസിൽ, അരുൺകുമാർ, റിയാസ്, സോഫിയ, ഷീന, അഭിലാഷ്, നന്ദു, സനിമോൻ, അബ്ദുള്ളക്കുട്ടി, ഫൈസൽ, ഷോബി, മനോജ്, മുഹമ്മദ് കബീർ, നൗഷാദ്. ഓക്കെ. അപ്പോൾ 28-ാം തീയതി ക്ലാസ് ഫിക്സ് ചെയ്യാം. ഡേറ്റ് ഞാൻ ഗ്രൂപ്പിലിടാം. ഡേവിസ് സാർ ഇല്ലെങ്കിൽ നമുക്ക് സിവിലിൻ്റെ ഡ്രോയിങ്സ് ചെയ്യാം. അതുപോലെ സിവിലിൻ്റെ എന്ത് ചെയ്യാം, സിവിലിൻ്റെ സർവേൻ്റെ എക്സ്പീരിമെൻസ് തുടങ്ങാം. റെക്കോർഡിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഓക്കെ. ഓക്കെ ആണോ? PDF ഞാൻ റെക്കോർഡിൻ്റെ അയച്ചു തരാം. എഴുതാൻ ഡൗട്ടൊന്നും ഇല്ലാത്തവർ എഴുതി സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഡൗട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത റെക്കോർഡിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതി തുടങ്ങിയാൽ മതി. കുറച്ചുള്ളൂ, പെട്ടെന്ന് തീരും. ആ, ഓക്കെ ഓക്കെ. ഒരു ഐഡിയ, ഏറെക്കുറെ ഐഡിയ കിട്ടിയവരുണ്ട്. അവർക്ക് വേണമെങ്കിൽ എഴുതി തുടങ്ങാം. തുടക്കം ഒരു 3-4 പേജ് ഞാൻ തരാം. ഓക്കെ. കുറച്ച് എഴുതി തുടങ്ങിയാൽ മതി. ഓക്കെ. മൈൻഡപ്പ് ചെയ്യട്ടെ? ഓക്കെ. ഗുഡ് നൈറ്റ്. താങ്ക് യു.